മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 6. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കൂ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമോ ഇല്ലയോ എന്ന സംശയം നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. ചെറിയ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിച്ചേക്കാം, എന്നാൽ കഠിന രോഗങ്ങൾ മാറുകയില്ലായിരിക്കും. പ്രാർത്ഥിച്ചാൽ പണസംബന്ധമായ ചെറിയ ആവശ്യം നിറവേറിയേക്കാം, വലിയ തുകകൾ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമോ? മനസ്സമാധാനവും സുഖവും ലഭിക്കുവാൻ സഹായകമാകുമെന്നല്ലാതെ സംഗതികൾ മാറ്റം വരുത്തുവാൻ പ്രാർത്ഥന ഉപകരിക്കുമോ എന്നീവിധ സംശയങ്ങൾ പലർക്കും തോന്നിയേക്കാം. സംശയലേശം കൂടാതെ ഈശോ പറയുന്നു, രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കും എന്നാണ്. ഏലിയ പ്രാർത്ഥിച്ചു, മഴയില്ലാതായി. വീണ്ടും പ്രാർത്ഥിച്ചു, അപ്പോൾ മഴ പെയ്തു. യഹൂദന്മാരുടെയും എസ്തേർ രാജ്ഞിയുടെയും പ്രാർത്ഥന കേട്ട ദൈവം അവരെ രക്ഷിച്ചു. മരുഭൂമിയിൽ ഉഴന്നു നടന്ന ഹാഗാറിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് വെള്ളം കൊടുത്തു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ സാക്ഷിക്കുന്നത്. ഈശോ മലമുകളിൽ പ്രാർത്ഥനയ്ക്കായി രാത്രി മുഴുവൻ ചെലവഴിച്ചിട്ടുണ്ട്. ഗെത്സമനിയിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കഴിവ് തനിക്ക് ലഭിച്ചു. നാം ഭയപ്പെടുന്ന പ്രശ്നങ്ങൾ പ്രശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. അവിവാഹിതയായ ഒരു സ്ത്രീയുടെ വീട്ടുപകരണങ്ങൾ കടബാധ്യതയാൽ ലേലം ചെയ്യുവാൻ വിധിയുണ്ടായി. ലേല ദിവസത്തിന്റെ തലേന്നാൾ മുഴുവൻ ആ സ്ത്രീ പ്രാർത്ഥിച്ചു. ലേല സമയമായി. സാധനങ്ങളുടെ കൂട്ടത്തിൽ പല കാലങ്ങളായി അവർ സംഭരിച്ച പ്രസിദ്ധമായ കുറെ ചിത്രങ്ങളുണ്ടായിരുന്നു. ലേലത്തിന് വന്നുകൂടിയവരിൽ വളരെ പേർക്ക് ചിത്രങ്ങൾ താൽപര്യം തോന്നി. അവരുടെ കടം മുഴുവൻ വീട്ടുവാനുള്ള തുക ലേലത്തിൽ നിന്ന് ലഭിച്ചു. ആ സ്ത്രീ പ്രാർത്ഥനയിൽ വിശ്വസിച്ചു. അതിന് മറുപടി ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി ഇനിയും അറിയുവാൻ വളരെയേറെ നാം ശേഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.